ഹലോ, ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ ഗോവൻ പ്രോൺ പുലാവ്. വളരെ ഫ്ലഫി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, എന്നാൽ ഭയങ്കര ടേസ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അത്രയും ഈസി റെസിപ്പിയാണ്. ഒത്തിരി മസാലകളൊന്നും ചേർക്കാതെ വളരെ കുറവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. കൊച്ചു പിള്ളേർക്ക് പ്രത്യേകിച്ച് ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ഈസിയുമാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്നിവിടെ 350 ഗ്രാംസ് ഓഫ് പ്രോൺസ്, 1 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മെഷർമെൻറ്റാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് പ്രോൺസ് നന്നായിട്ട് വൃത്തിയാക്കി മാറ്റി വെക്കാം. റൈസ് നന്നായിട്ട് കഴുകി ഊറ്റി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. ഒരു ഓക്ക് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ അനൈസ്, ബ്ലാക്ക് കാർഡമം ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചേക്കുന്ന ഒണിയൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുവിധം വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 7 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഇത് റൈസിൻ്റെയും കൂടിയുള്ള മസാല ആയതുകൊണ്ടാണ് പച്ചമുളക് കൂടുതലിടുന്നത്. നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും വഴറ്റി കൊടുക്കാം. ഈ മസാലക്കൂട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസ് കുക്കാവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് സോട്ടേ ആക്കി എടുത്താൽ മതിയാകും. നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഊറ്റി വെച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഒന്ന് വറുത്തെടുക്കണം. അരി പൊടിഞ്ഞു പോകാൻ പാടില്ല, വളരെ സോഫ്റ്റായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് അരി വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന കണക്കിലാണ് വെള്ളം. തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരി നമ്മൾ വറുത്തിട്ടുണ്ട്, അപ്പോൾ അരിയുടെ ഒരു ടെമ്പറേച്ചർ മാറിക്കിട്ടാതിരിക്കണമെങ്കിൽ തിളച്ച വെള്ളം തന്നെയാണ് ഒഴിക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില കൂടെ വിതറി കൊടുക്കണം. നന്നായിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ബോയിൽ ചെയ്തെടുക്കാം. നന്നായി വെള്ളമൊക്കെ അബ്സോർബായി വരുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൂടെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനുണ്ട്. ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാല കുറച്ച് വിതറി കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇത് ദം കുക്കിങ്ങിലാണ് ഇനി കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അടച്ച് വെച്ച് 20 മിനിറ്റ് ദം കുക്കിങ്ങിൽ വെച്ചെടുക്കാം. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും തുറന്ന് നോക്കിയാൽ നമുക്ക് ഈ പ്രോൺസ് റൈസ് റെഡി ആയിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, വളരെ ഹെൽത്തിയുമാണ്. പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ്. ഉണ്ടാക്കി നോക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.